ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള സോണറ്റ് 18 ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ എന്ന സോണറ്റാണ്. വില്യം ഷേക്സ്പിയർ 154 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ 154 സോണറ്റ്സിനെ 2 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 126 വരെയുള്ള സോണറ്റ്സ് ആണ്. ഈ സോണറ്റ്സ് എന്ന് പറയുന്നത് ഒരു യങ് മാനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 127 മുതലുള്ള സോണറ്റ്സ് ആണ്. ഈ സോണറ്റിൽ ഒരു ഡാർക്ക് ലേഡിയോടുള്ള പോയറ്റിൻ്റെ ലവിനെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ എന്ന സോണറ്റ് ഒരു ആർഗ്യുമെൻറ്റ് ഫോമിലാണ് ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത്. ഇതിന് 3 ക്വാട്രൈൻസും ഒരു കപ്ലെറ്റുമാണുള്ളത്. പോയത്തിൻ്റെ ഫസ്റ്റ് ക്വാട്രൈനിൽ പോയറ്റ് ആദ്യം ലിസണറെ നേച്ചറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബിലൗഡിനെ ഒരു സമ്മേഴ്സ് ഡേയുമായിട്ട് കമ്പയർ ചെയ്യാണ്. പിന്നീട് അദ്ദേഹം തന്നെ അത് തിരുത്തി പറയാണ്. കാരണം തൻ്റെ ബിലൗഡ് ഒരു സമ്മേഴ്സ് ഡേയിനേക്കാൾ ബെറ്ററാണ് എന്ന് അദ്ദേഹം തിരുത്തി പറയുന്നുണ്ട്. പിന്നീട് തുടർന്ന് ഒരുപാട് കമ്പാരിസൺസിന് ശേഷം അദ്ദേഹം തിരിച്ചറിയാണ് സമയം എല്ലാത്തിനെയും നശിപ്പിക്കുകയാണ്. ഇപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിങ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ദിവസം ഫെയ്ഡായി പോകുന്നതാണ്, ഒരു സമ്മേഴ്സ് ഡേ പോലെ. പോയറ്റിൻ്റെ 3ാമത്തെ ക്വാട്രൈനിൽ വീണ്ടും ബിലൗഡിലേക്ക് തിരിച്ചു വരികയാണ് പോയറ്റ് ചെയ്യുന്നത്. തുടർന്ന് വീണ്ടും എങ്ങനെയാണ് തൻ്റെ ബിലൗഡ് ഈ സമ്മേഴ്സ് ഡേയിനേക്കാൾ സുപ്പീരിയർ ആവുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനായി അദ്ദേഹം പറയുന്നത് തൻ്റെ ബിലൗഡ് എന്ന് പറയുന്നത് ഇമ്മോർട്ടലാണ്, തൻ്റെ ബിലൗഡിന് ഒരു അന്ത്യമില്ല. എപ്പോഴും തൻ്റെ കവിതകളിൽ ഈ ബിലൗഡ് എന്ന് പറയുന്ന ആൾ സുരക്ഷിതനാണ് എന്നൊക്കെയാണ് അദ്ദേഹം ഇതിനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് പോയത്തിൻ്റെ ഒരു ഡീറ്റെയിൽ സമ്മറിയിലേക്ക് കടക്കാം. സ്പീക്കർ ഈ പോയം ഓപ്പൺ ചെയ്യുന്നത് തൻ്റെ ബിലൗഡിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്. ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ, ഞാൻ നിന്നെ ഒരു സമ്മേഴ്സ് ഡേയുമായിട്ട് കമ്പയർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പോയം ഓപ്പൺ ചെയ്യുന്നത്. പോയത്തിൻ്റെ സെക്കൻഡ് ലൈനിൽ പോയറ്റ് തൻ്റെ ബിലൗഡിനെ പറ്റി പറയാണ്. ഒരു സമ്മേഴ്സ് ഡേയിനേക്കാൾ ലവ്ലിയറും ടെമ്പറേറ്റും ഉള്ളവനാണ് തൻ്റെ ബിലൗഡായിട്ടുള്ള യങ് മാൻ എന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, സമ്മേഴ്സ് ഡേ പലപ്പോഴും നല്ല സ്മൂത്തായിട്ടല്ല പോവാറുള്ളത്. ചിലപ്പോഴൊക്കെ ശക്തമായ കാറ്റ് കാരണം ഈ സെയിലേഴ്സിനൊക്കെ അത് ബുദ്ധിമുട്ടാവാറുണ്ട്. കൂടാതെ മെയ് മാസത്തിലെ പൂമൊട്ടുകളൊക്കെ ഈ ഒരു ശക്തമായ കാറ്റ് പിടിച്ച് കുലുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ ചില സമയത്ത് സൂര്യൻ നല്ല ശക്തമായിട്ട് പ്രകാശം ഉണ്ടാകുമ്പോൾ ചൂടുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ചില സമയത്ത് പ്രകാശം കുറവുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സമ്മേഴ്സ് ഡേൻ്റെ വീക്ക്നെസ്സുകളെ പോയിട്ട് പറയുകയാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ തൻ്റെ ബിലൗഡ് ഈ ഒരു സമ്മേഴ്സ് ഡേയിനേക്കാൾ സുപ്പീരിയർ ആണ്, തൻ്റെ ബിലൗഡ് ലവ്ലിയറും ടെമ്പറേറ്റ് ഉള്ളവനുമാണ് എന്ന് ഈ പോയിട്ട് ഇതിലൂടെ പറഞ്ഞു വെക്കുകയാണ്. കൂടാതെ സമ്മേഴ്സ് ഡേ എന്ന് പറയുന്നത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. ഈ സമ്മേഴ്സ് ഡേക്ക് ശേഷം പിന്നീട് ഓട്ടം സീസൺ വരും. ഓട്ടം സീസൺ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇലകളൊക്കെ പൊഴിഞ്ഞ് മരങ്ങളിലെ ഇലകളൊക്കെ പൊഴിഞ്ഞ് വീഴുന്ന ഒരു ക്ലൈമറ്റാണ്. പോയത്തിൻ്റെ 3ാമത്തെ ക്വാട്രൈനിൽ തൻ്റെ ബിലൗഡ് എങ്ങനെയാണ് ഒരു സമ്മേഴ്സ് ഡേയിൽ നിന്ന് വ്യത്യസ്തനാകുന്നതെന്ന് പോയറ്റ് പറയുന്നുണ്ട്. തൻ്റെ ബിലൗഡിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ലാസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. തൻ്റെ ബിലൗഡിന് മരണമില്ല, അദ്ദേഹം ഇമ്മോർട്ടലാണ് എന്നൊക്കെ പോയറ്റ് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫൈനൽ കപ്ലെറ്റിലൂടെയാണ്. ആ കപ്ലെറ്റിൽ പോയറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ബിലൗഡ് എന്നും തൻ്റെ കവിതകളിൽ സുരക്ഷിതനാണ്. ജനങ്ങൾ എത്രത്തോളം, അതായത് ലിസണേഴ്സ് എത്രത്തോളം ശ്വസിക്കുകയും കണ്ണുകൾ കൊണ്ട് കാണുകയും ചെയ്യുന്നു, അത്രത്തോളം തൻ്റെ ബിലൗഡും സുരക്ഷിതനായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു പോം അവസാനിക്കുന്നത് തൻ്റെ ബിലൗഡിന് മരണമില്ല, അദ്ദേഹം ഇമ്മോർട്ടൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്.